മിത്രസ്യ ചക്ഷുഷ സർവാണി ഭൂതാനി സമീക്ഷന്താം. യജുർവേദത്തിലെ മന്ത്രമാണ്. എല്ലാ ജീവജാലങ്ങളെയും സൗഹൃദത്തിന്റെ കണ്ണുകളിലൂടെ കാണുവാൻ ഞങ്ങൾക്ക് സാധിക്കട്ടെ. ഈ മന്ത്രം വെറും മനുഷ്യരോടുള്ള സൗഹൃദത്തെക്കുറിച്ചല്ല പറയുന്നത്. സകല ജീവജാലങ്ങളെയും പ്രകൃതിയെയും ലോകത്തെയും മിത്രഭാവത്തിൽ, സുഹൃത് ഭാവത്തിൽ കാണാനുള്ള മനോഭാവമാണ് ഇത് പഠിപ്പിക്കുന്നത്. ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണ ഭഗവാൻ പറയുന്നത് അദ്വേഷ്ട സർവഭൂതാനാം മൈത്ര കരുണ ഏവച. എല്ലാ ജീവികളോടും വൈരമില്ലാതെ സൗഹൃദവും കരുണയും പുലർത്തുന്നവൻ നമുക്ക് പ്രിയപ്പെട്ടവനാവുന്നു. നാം ലോകത്തെ എങ്ങനെ കാണുന്നുവോ ലോകം നമുക്ക് അങ്ങനെ തന്നെ അനുഭവപ്പെടുന്നു. സംശയത്തിന്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ ശത്രുക്കളെ കാണുന്നു. സ്നേഹത്തിന്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ സുഹൃത്തുക്കളെയും കാണുന്നു. ഒരു തോട്ടക്കാരൻ പൂക്കളെ കാണുമ്പോൾ അവയിൽ മുള്ളുകൾ മാത്രം കണ്ടില്ല, മുള്ളുകൾക്കിടയിലെ പൂക്കളെയും കണ്ടു. അതുകൊണ്ടാണ് അവന്റെ തോട്ടം മനോഹരമായത്. അതുപോലെ ജീവിതത്തിലും സൗഹൃദ ദൃഷ്ടി ലോകത്തെ മാറ്റുന്നില്ല, അതാദ്യം നമ്മുടെ ഹൃദയത്തെ മാറ്റുന്നു. ഒരു ചെറിയ അഭ്യാസം പറയട്ടെ. ഇന്ന് നമ്മൾ കാണുന്ന ഓരോ വ്യക്തിയെയും മനസ്സിൽ ഒരു നിമിഷമെങ്കിലും ഇങ്ങനെ ആശംസിക്കാം: നിങ്ങൾക്ക് മംഗളം ഭവിക്കട്ടെ. അപ്പോ യജുർവേദത്തിലെ ഈ മന്ത്രം വെറും ഒരു വാചകമല്ല, ഒരു ജീവിത രീതി തന്നെയായി മാറും.